ലോക സമാധാനത്തിൽ തന്നെ ബാധിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു വെല്ലുവിളിയായി ഈ സംഘർഷം ഇതിനോടകം മാറിയിട്ടുണ്ട് എന്നാണ് പുതിയ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ലോകം ഒരു നിർണായക തീരുമാനത്തിന്റെ വക്കിലാണ്. ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി മറിഞ്ഞേക്കാവുന്ന അത്യന്തം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടല്ലോ, അതിനുശേഷം ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നത് പലരും വിലയിരുത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നാണ്. സിറിയ, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, നാറ്റോ, അറബ് രാജ്യങ്ങൾ ഇവർക്കിടയിലുള്ള വലിയ രീതിയിലുള്ള സംഘർഷം വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം രൂപപ്പെടുന്നത് ലോക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവ പ്രതിഭാസം തന്നെയാണ്. അതിന് നമുക്ക് ന്യായീകരിക്കുമ്പോൾ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന്. ആദ്യത്തെ വാർത്ത വരുന്നത് സിറിയയിൽ നിന്നാണ്. സിറിയയുടെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിൽ സിറിയ വളരെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഇത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്തിലാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇത്തരം സൈനിക നടപടികളെന്നും സിറിയ ശക്തമായി അപലപിച്ചു. അല്ലെങ്കിലും അപലപിക്കാൻ അറബ് രാജ്യങ്ങൾ കഴിഞ്ഞിട്ടേ ലോകത്ത് വേറെ ആരുള്ളെന്ന് എനിക്ക് പല സമയങ്ങളും തോന്നിയിട്ടുണ്ട്. ഇതിനു പുറമെ സിറിയയുടെ പുതിയ പ്രസിഡന്റ് അൽ ഷാറ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സിറിയൻ ഗവൺമെന്റിന്റെ ശ്രദ്ധ രാജ്യത്തെ പുനഃക്രമീകരിക്കാനും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നത് എന്നും ഒരു സംഘർഷത്തിലും പെടാതിരിക്കാൻ തങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് അൽ ഷാറ, അതായത് സിറിയയുടെ ഏറ്റവും പുതിയ പ്രസിഡന്റ്, കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. മറ്റൊരു വാർത്ത ഉള്ളത് ഇറാനിൽ നിന്നാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാഖി പറയുന്നത് ഇറാൻ യുദ്ധം ആരോടും പോയി തുടങ്ങുന്ന രാജ്യമല്ല. അഥവാ ഏതെങ്കിലും രീതിയിൽ ഇറാനോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ അവർ വന്ന പോലെ തിരിച്ചു പോകില്ല എന്നുള്ള കടുത്ത ഭീഷണിയാണ് അബ്ബാസ് അഗ്രാഖി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ദ്രോഹിക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും തങ്ങളുടെ രാജ്യത്തിന് ഭീഷണി ആയത് ആരോ അവരെയാണ് തങ്ങൾ പൂർണ്ണമായും ലക്ഷ്യം വെക്കുന്നതെന്നും അബ്ബാസ് അഗ്രാഖി വ്യക്തമാക്കി. മറ്റൊരു വാർത്ത വന്നത് ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ പ്രതിസന്ധിയിൽ അമേരിക്കയെ സഹായിക്കാൻ നാറ്റോ സഖ്യം വരണമെന്നാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, നാറ്റോ സഖ്യത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യത്തെ നാറ്റോ സഖ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇതിന്റെ വാശിയിൽ തന്നെ ആയിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നാറ്റോ എന്നത് ഒരു പേപ്പർ ടൈഗർ മാത്രമാണെന്നും തങ്ങളാണ് നാറ്റോയ്ക്ക് ചെലവിന് കൊടുക്കുന്നതെന്നും നാറ്റോയെ മുന്നിലേക്ക് നയിക്കുന്നത് തങ്ങൾ മാത്രമാണെന്നും US ഇല്ലാത്ത നാറ്റോ ഒരു പേപ്പർ ടൈഗർ മാത്രമാണെന്നുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് അവരുടെ ഈ നിലപാടിനോട് പ്രതികരിച്ചത്. ഒരു പരിധിവരെ അത് ശരിയാണെന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്ക ഇല്ലെങ്കിൽ നാറ്റോ വട്ടപൂജ്യം മാത്രമാണ്. മറ്റൊരു വിശേഷം വരുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട് സൈനിക നീക്കം വളരെ വേഗത്തിലാക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. കൂടുതൽ സൈനികരെ പ്രസ്തുത മേഖലയിലേക്ക്, അതായത് ഹോർമുസ് കടലിന്റെ മേഖലയിലേക്ക് അമേരിക്കയിൽ നിന്ന് കൂടുതൽ സൈനികരെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അതേസമയം ബ്രിട്ടൻ സൈപ്രസിലുള്ള അവരുടെ വ്യോമതാവളം ഇറാനെതിരെയുള്ള നടപടികൾക്ക് ഉപയോഗിക്കാൻ ഇതിനോടകം തന്നെ അമേരിക്കക്ക് സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ B-52 ബോംബർ വിമാനങ്ങൾ ഇറാന്റെ അതിർത്തിയോടടുപ്പിച്ച് എത്തിയതായും അതിനെ കൃത്യമായിട്ട് തങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും IRGC പറഞ്ഞു. മറ്റൊരു വിവരം വരുന്നത് ഇറാഖിൽ നിന്നാണ്. ഇറാഖിൽ നിന്ന് നിലവിൽ നാറ്റോ തങ്ങളുടെ എല്ലാ അംഗങ്ങളെയും പിൻവലിച്ചെന്നും ഉടൻ തന്നെ സൈനികരോട് മടങ്ങാനും നാറ്റോ അവരുടെ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഈ സംഘർഷം കേവലം ഒരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, ലോക സമാധാനത്തിൽ തന്നെ ബാധിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു വെല്ലുവിളിയായി ഈ സംഘർഷം ഇതിനോടകം മാറിയിട്ടുണ്ട് എന്നാണ് പുതിയ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ലോകം ഒരു നിർണായക തീരുമാനത്തിന്റെ വക്കിലാണ്. എന്തും സംഭവിക്കാം. ലോകശക്തികൾ മാറ്റപ്പെട്ടേക്കാം. ലോകശക്തികൾ കൂടുതൽ ശക്തമായേക്കാം. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക്